Watch full episodes on Jio Hotstar. എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ റെഡി ആയിക്കൊള്ളണം. പ്രത്യേകമായ ഡ്രസ് ഇടാൻ മറക്കരുത്. മനുഷ്യനെ ഉറക്കി കിടത്താനുള്ള മരുന്ന് അവരുടെ കയ്യിലുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യേകമായ ഡ്രസ് നിങ്ങളെ കൊണ്ട് ഇടിക്കുന്നത്. ഇനി അവരെന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കില്ല. നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? ഞങ്ങൾ ശത്രുക്കളല്ലെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ കൂട്ടുകാരാണ്. ഞങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എല്ലാവരെയും പിടികൂടൂ. ആരെങ്കിലും ഒന്ന് വേഗം വന്ന് എന്നെ അഴിച്ചുവിടൂ. ഒന്ന് അഴിച്ചുവിടാൻ. അതെ അതെ, ശിവയുടെ കയറൊന്ന് അഴിച്ചുവിടെ. ശിവ അവന്മാർക്ക് നല്ലൊരു പാഠം പഠിപ്പിക്കും. ശിവ, താങ്ക്സ് രാജകുമാരി. ഏയ്, മര്യാദക്ക് തിരിച്ചു പോവാൻ നോക്ക്. എന്തിനാ ഇവരെ വന്ന് പിടിക്കാൻ നോക്കുന്നത്? ഇതാ എയർപ്ലെയിനിലുണ്ടായിരുന്ന ചക്കരല്ലേ? കുട്ടി, മര്യാദക്ക് ഇവിടുന്ന് ഓടിപ്പോക്കോ. ഇത് കുട്ടികളിയല്ല. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ആ പ്ലെയിനിൽ കണ്ട ചെറുക്കൻ ഇവിടെ എങ്ങനെ വന്നു? 15 വർഷത്തിന് ശേഷമാണ് ഇവയെ കിട്ടിയത്. ഈ കാണുന്ന പൊടിച്ചെറുക്കൻ ഇവരെ എങ്ങനെ കണ്ടുപിടിച്ചു? ബോസ്, കണ്ടുപിടിച്ചതല്ല, അവരവനെ പിടിച്ചോണ്ട് വന്നതാ. ബോസ് ശ്രദ്ധിച്ചില്ലേ? അവര് കെട്ടിയിട്ടിരിക്കായിരുന്നു. എന്താ സാറേ എങ്ങനെ നോക്കുന്ന? കല്ലെടുത്തെറിഞ്ഞ കലക്കി സാർ, ഇങ്ങനെ വേണം മുന്നേ വെക്കാൻ. ഡോണ്ട് ആങ്കർ ഡാനി ഡേഞ്ചർ. ആരെങ്കിലും എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പൊടി പോലും ഉണ്ടാവില്ല. കുട്ടി, മര്യാദയ്ക്ക് എന്റെ വഴിയിൽ നിന്ന് മാറ്. നിനക്ക് സമയം തരുന്നു. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഇതെന്താ? ഇത് മൊത്തം സ്വർണ്ണമാണല്ലോ. ഞാനിതാ തലകുത്തി വീട്. ബോസേ ബോസേ, ഇത് കണ്ടോ? സ്വർണ്ണ നദിയാ. ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരെ കിട്ടിയില്ലെങ്കിലും നമുക്ക് കോടീശ്വരനായിട്ട് ജീവിക്കാം. മര്യാദയ്ക്ക് കേറി വാ വിഡ്ഢികളെ. ചെന്ന് എല്ലാവരെയും പിടിക്കാൻ നോക്ക്. Retreat! Retreat! Everybody retreat! ആ കുട്ടി നമുക്ക് ജയിക്കാനാവില്ല. ഞാൻ വീണ്ടും വരും. അന്ന് ശരിയാക്കും ഞാൻ. നിന്നെ ഞാൻ വെറുതെ വിടില്ല കുട്ടി.
അവിടെ തന്നെ ഒന്ന് നിന്നെ മക്കളെ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം കല്ലെങ്ങനെ ശരിക്കും എറിയണ്ടെന്ന്. കമാൻഡോ ട്രെയിനിങ്ങിൽ ഞങ്ങൾക്കിത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാ പൊട്ടിത്തെറിച്ചത്? ഇത് സ്ഫോടനം ഉണ്ടാക്കുന്ന കല്ലാണല്ലോ. അതെ, പൊട്ടിത്തെറിക്കുന്ന കല്ല്. ഇത് നമുക്ക് ഉപയോഗപ്രദമാകും. ആരും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാതിരിക്കാൻ വേഗം ആ ഗുഹയടച്ചേക്ക്. ഞാൻ വീണ്ടും വരും. എല്ലാ തയ്യാറെടുപ്പോടു കൂടി വന്നിരിക്കും. അന്നെന്നെ തോൽപ്പിക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. നന്നായി, നിങ്ങൾ നന്നായിട്ട് ചെയ്തു. ഞാൻ ആ ശത്രുക്കളെ ഇവിടുന്ന് അടിച്ച് ഓടിച്ചില്ലേ? എന്നെ പേടിച്ച് അവർ ഓടിയത്. ഇനി നിങ്ങളുടെ കാര്യം. ഇവരെ നമുക്ക് ചക്രാസനത്തിന് കൊണ്ടുപോയി ബലി കൊടുക്കാം. ഇവരുടെ കഥയൊക്കെ അവസാനിപ്പിക്കണം. കാരണം ഇവരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്നേ. സൈന്യാധിപ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവർ വളരെ ബുദ്ധിമുട്ടിയാ നമ്മളെ രക്ഷപ്പെടുത്തിയത്. പിന്നെ എങ്ങനെയാ ഇവർ നമ്മളുടെ ശത്രുക്കളാവുക? ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. എന്റെ രാജകുമാരി, നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചുയിമുയി രാജകുമാരി മകളെ, സൈന്യാധിപൻ പറയുന്നത് വളരെ ശരിയാണ്. ചക്രാസുരന് നമ്മൾ പ്രസാദം കൊടുത്തേ പറ്റൂ. നിൽക്കൂ. നമ്മൾ എങ്ങനെയാണോ പ്രസാദം നേദിക്കുന്നത് അതുപോലെ പൂക്കളും പഴങ്ങളുമായിട്ട് പോയാൽ മതി. ഈ ശിവയാണ് നമ്മുടെയൊക്കെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത്. ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. കുലരക്ഷകന് നേദ്യം കൊടുത്തേ പറ്റൂ. എല്ലാം തുടങ്ങിക്കോളൂ. പൂക്കളും പഴങ്ങളും കൊണ്ടുവരൂ. നിങ്ങളൊക്കെ ഇതെന്തായി ചെയ്യുന്നത്? കരിങ്കല്ലിന്റെ മുൻപ് ഭക്ഷണം വെക്കുന്നു. കരിങ്കല്ലെന്ന് പറയരുത്. ഇത് ഞങ്ങളുടെ കുലരക്ഷകനാണ്. ഇദ്ദേഹത്തിന് ക്രോധം വന്നാൽ ഇവിടെ മൊത്തം തരിശു ഭൂമിയായി മാറ്റിക്കളയും. നമുക്ക് പോവാം കൂട്ടരെ. നേദ്യം കഴിഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കൂ. And you show me that you care. ശിവ, എനിക്ക് നല്ലോ വിശക്കുന്നുണ്ട്. ഡാൻസ് കളിച്ച് കളിച്ച് ഞാനിന്ന് രാത്രിത്തെ ആഹാരം കഴിക്കാൻ മറന്നുപോയി. ലഡു സിംഗ് സാറേ, ഈ അടുത്ത രാത്രിക്ക് ആരോടാ പോയി ഭക്ഷണം ചോദിക്കാ? ചെന്ന് ഉറങ്ങാൻ നോക്കൂ. അത് ശിവ, അവിടെ കഴിക്കാൻ വേണ്ടി കുറെ പഴങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. തൽക്കാലം ഞാൻ അത് പോയി കഴിക്കട്ടെ, അല്ലേ? ആ കല്ല് രാക്ഷസൻ ഭക്ഷണം കഴിച്ച് കാണില്ല. എന്റെ ലഡു സിംഗ് സാറേ, ഇപ്പൊ ഭക്ഷണം കഴിക്കണ്ട. നാളെ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചോളൂ. എടാ റാം, വന്നേ, നമുക്ക് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് തോന്നുന്നുണ്ടേ. സാറേ, ഞാനും വരുന്നു.
എഴുന്നേൽക്ക്, എല്ലാരും വേഗം എഴുന്നേൽക്ക്. ലഡു സിംഗ് സർ രക്ഷകനെ വെച്ച് പഴം കഴിക്കാൻ പോയിരിക്കുന്നു. എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാലോ? വരൂ, നമുക്ക് ചെന്ന് നോക്കാം. വയറ്റിനകത്ത് ഇത്രയും വലിയ ശബ്ദോ? അതിന് മാത്രം എനിക്കിപ്പം വിശക്കുന്നുണ്ടോ? എനിക്കത് അറിയില്ലായിരുന്നു. ദാ നോക്ക്, ലഡു സിംഗ് സാർ അവിടെയുണ്ട്. ലഡു സിംഗ് സാറേ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അവരുടെ രക്ഷകന്റെ പ്രസാദം എടുത്ത് കഴിക്കല്ലേ? ശിവ, ഈ പഴങ്ങൾക്കൊക്കെ ഭയങ്കര പ്രത്യേകതയാണ്. ഞാനിത് കഴിച്ചപ്പോ എന്റെ ശരീരത്തിൽ എന്നൊരു ശബ്ദം വരുന്നുണ്ട്. കേട്ടോ? നിങ്ങള് കേട്ടല്ലോ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിന് എത്ര ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എത്ര വലിയ ശക്തി കിട്ടും. ആലോചിക്കേ, ആലോചിക്കേ. ഇനി അവര് വരട്ടെ, അവര് വന്നോട്ടെന്നേ. നോ, പേടിക്കരുത്, ഇങ്ങനെ പേടിക്കരുതെന്നേ. നിങ്ങളെല്ലാവരും ഇപ്പൊ എന്റെ ശബ്ദം മാത്രമല്ലേ കേട്ടുള്ളൂ. അപാര ശക്തി കിട്ടിക്കഴിഞ്ഞാ അതിനെങ്ങനെ വട്ടനെ പിടിച്ച് ഞാൻ തലകീഴ ഒറ്റ അടി കൊടുക്കും. ഞാൻ ഇങ്ങനെ പൊക്കി എടുത്തെടുത്ത് പിന്നെ അതിനെ ഞാൻ അടിക്കും. ഐ, ഇത് എന്താ എന്റെ കൈ നനഞ്ഞ് ഒരുമാതിരി വഴുവഴുപ്പ് പോലെ ഉണ്ടല്ലോ. ഓടിക്കോ, ഓടിക്കോ. ഞാനിതിന്റെ ശ്രദ്ധ തിരിപ്പിക്കാം. നിങ്ങൾ ലഡു സിംഗ് സാറിനെ നോക്കിക്കോളൂ. ഏയ്, ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്ക്. എല്ലാവരും ഓടിക്കോ, വേഗം വാ. ആരും പുറത്തിറങ്ങാനേ പാടില്ല. രക്ഷകൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടായില്ല. ഓടിക്കേ, പോയി കണ്ടു തുറങ്ങ്, വേഗം ചെല്ലേ. പനി വളരെ കൂടുതലാണല്ലോ. ലഡു സിംഗ് സാറേ, കണ്ണു തുറന്നു നോക്കൂ. ലഡു സിംഗ് സാറേ. സാർ, ആക്രമിക്കാൻ എല്ലാം തയ്യാറായി. സാർ ഓർഡർ തന്നാൽ മാത്രം മതി. ഒന്ന് വേഗാവട്ടെ. ഇന്ന് തന്നെ നമുക്ക് ആ ഹുഡുഡു ട്രൈബ്സിനെ കീഴടക്കിയേ പറ്റൂ. ഇനി എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷയില്ല.
ഇതെന്താ സംഭവിക്കുന്നത് മഹാരാജാവേ? ഇവിടം നാശം സംഭവിക്കാൻ പോകുന്നു. അങ്ങ് മുകളിൽ സ്വർണം തിളച്ചു മറിയുന്നത് കാണുന്നുണ്ടോ? അതിന്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ നദി കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയാൽ അതിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ തരികൾ ഈ ഗ്രാമത്തെയും വൃക്ഷങ്ങളെയും ചാമ്പലാക്കി കളയും. പിന്നെ ഞങ്ങളുടെ കുലം തന്നെ ഇല്ലാതായി പോവും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടം വിട്ട് ഓടാൻ പോവുകയാണ്. മഹാരാജാവേ, ഇത് തടയാൻ എന്തെങ്കിലും ഉപായമുണ്ടോ? അവിടെ തിളച്ചു മറിയുന്ന കഠിനമായ കുളമാണ്. അത് പൊട്ടി പുറപ്പെട്ടാൽ തടയാൻ ആർക്കും കഴിയില്ല. അതിനെ തണുപ്പിക്കുവാനുള്ള മാർഗവും ഞങ്ങൾക്കാർക്കും തന്നെ അറിയില്ല. അവിടെ ആ മലകളുടെ മുകളിൽ എന്താണ്? അവിടെ തണുത്തുറഞ്ഞ വെള്ളത്തിന്റെ ഒരു ആഴക്കെട്ടാണുള്ളത്. ഒരു മിനിറ്റ് മഹാരാജാവേ, നമുക്ക് അവിടെ ചെന്ന് ഒന്ന് നോക്കിയാലോ? ചിലപ്പോ എന്തെങ്കിലും മാർഗം കിട്ടാതിരിക്കില്ല. പോകല്ലേ ശിവ, അവിടം ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ്. എല്ലാവരും വരുവിൻ, നമുക്ക് ശിവയെ സഹായിക്കാനായിട്ട് പോകാം. Watch India's largest kids library only on Jio Hotstar. Download the app now.